എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിൽ പബ്ലിക് എക്സാമിന് സ്പെഷ്യലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന ചാപ്റ്ററാണ്. പക്ഷേ അത് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. 100% ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം. ഡിലീറ്റഡ് പോർഷൻസ് മാറ്റി നിർത്തിയ രണ്ട് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് പ്രിൻസിപ്പൽ വാല്യൂ ആണ്. പ്രിൻസിപ്പൽ വാല്യൂ ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ചിലരുണ്ട് സൈനും കോസും മാത്രം പഠിച്ചുകൊണ്ടൊക്കെ പോകുന്നവരുണ്ട്. ഒരിക്കലും ചെയ്യരുത്. സൈൻ ഇൻവേഴ്സോ കോസ് ഇൻവേഴ്സോ ടാൻ ഇൻവേഴ്സോ കൊസീക്ക് ഇൻവേഴ്സോ സീക്ക് ഇൻവേഴ്സോ കോട്ട് ഇൻവേഴ്സോ ചോദിക്കാം. ഇവന്മാരുടെ അകത്തെല്ലാം മൈനസ് സൈൻ, നെഗറ്റീവ് സൈൻ വരുന്ന രീതിയിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ 3-4 ഇക്വേഷൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്ക്. അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള 4 ചോദ്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. 4ഉം NCERT ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ്ലി ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള രണ്ടാമത്തെ കാര്യം 2 ഇക്വേഷൻസ്. അതായത് ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് = എന്ന് എഴുതാൻ സാധിക്കും എപ്പോൾ മാത്രം ആ എക്സ് ലൈ ചെയ്യുന്നത് സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചിനുള്ളിലാണെങ്കിൽ മാത്രം. അപ്പം അതനുസരിച്ച് എഴുതുന്ന, ചിലപ്പോൾ റേഞ്ചിനുള്ളിൽ വരാത്ത കേസുകൾ വരാം. ഇപ്പോൾ ഒന്ന് ഡെഡ്യൂസ് ചെയ്യേണ്ടതായ ചോദ്യങ്ങൾ മോഡൽ എക്സാമിനും സമാനമായ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയല്ല 1-2 ചോദ്യങ്ങളൂടെ നമുക്ക് നോക്കാനുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു 5 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫുൾ മാർക്ക് മേടിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ ഈ അകത്ത് നെഗറ്റീവ് വരുമ്പോൾ പലർക്കും സംശയമാണ്. അത് ഈസി ആയിട്ട് ഓർത്തിരിക്കാം. ആദ്യമേ തന്നെ സൈൻ ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നാൽ സൈൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നേരെ പുറത്തിറങ്ങും, മൈനസ് സൈൻ ഇൻവേഴ്സ് x ആവും. ടാൻ ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാലും ആ നെഗറ്റീവ് നേരെ പുറത്തിറങ്ങും, മൈനസ് ടാൻ ഇൻവേഴ്സ് x ആവും. കൊസീക്ക് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാലും ആ മൈനസ് നേരെ പുറത്തിറങ്ങും, മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് x ആവും. ഓക്കെ, അപ്പോൾ സൈൻ ടാൻ കൊസീക്ക്. ഇനി ബാക്കി നിൽക്കുന്ന 3 പേര് ആരൊക്കെയാ? കോസ്. ഇതൊരു സെറ്റായിട്ട് ഓർത്ത് വയ്ക്കാം. കോസ് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാൽ അത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x ആവും. ഇനി അടുത്ത സീക്ക് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാൽ അത് പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് x ആവും. കോട്ട് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നു കഴിഞ്ഞാൽ അത് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് x ആവും. അപ്പോൾ പൈ മൈനസ് വരുന്ന രീതിയിലുള്ള 3 ഇക്വേഷൻസ് ഒരു സെറ്റായിട്ട് ഓർത്ത് വയ്ക്കുക. നെഗറ്റീവ് നേരെ പുറത്തിറങ്ങുന്ന 3 സെറ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നെഗറ്റീവ് വരുമ്പോൾ മാത്രം ഈ ഐഡിയ ഉപയോഗിച്ചാൽ മതി കേട്ടോ. നെഗറ്റീവ് വരുമ്പോൾ മാത്രം ഈ ഒരു ഐഡിയ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് റെസിപ്രോക്കൽ റിലേഷൻസ് അറിയാം. നമുക്കറിയാം ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആരൊക്കെയാണ്? സൈൻ ഇൻവേഴ്സ് ഉണ്ട്, കോസ് ഇൻവേഴ്സ് ഉണ്ട്, ടാൻ ഇൻവേഴ്സ് ഉണ്ട്, കൊസീക്ക് ഇൻവേഴ്സ് ഉണ്ട്, സീക്ക് ഇൻവേഴ്സ് ഉണ്ട്, കോട്ട് ഇൻവേഴ്സ് ഉണ്ട്. ഇങ്ങനെ 6 പേരാണല്ലേ അല്ലേ? അതിൻ്റെ റെസിപ്രോക്കൽസ് നമുക്കറിയാം. ഇപ്പോൾ സൈനിൻ്റെ റെസിപ്രോക്കലാണ് എന്തെന്ന് പറയുന്നത്? കൊസീക്ക് എന്ന് പറയുന്നത്. കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്. ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അത് നമുക്കറിയാവുന്ന സംഗതിയാണ്. അതായത് ഈ സൈൻ ഇൻവേഴ്സ് എക്സിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? കൊസീക്ക് ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. ഇത് തിരിച്ചു എഴുതാം. കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ സൈൻ ഇൻവേഴ്സ് 1/x എന്ന് വേണമെങ്കിൽ എഴുതാം. കോസ് ഇൻവേഴ്സ് എക്സിനെ വേണമെങ്കിൽ കോസിൻ്റെ റെസിപ്രോക്കൽ ആരാ? കോസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സീക്കാണ് അല്ലേ? കോസിൻ്റെ റെസിപ്രോക്കൽ സീക്കാണ്. സീക്ക് ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് എഴുതാൻ സാധിക്കും കേട്ടോ. എന്തെങ്കിലും, അതായത് ഇപ്പം ചിലർക്ക് കൊസീക്കിലും സീക്കിലും ഒക്കെ ആംഗിൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എല്ലാവരും സൈനും കോസും ടാനിലും ആയിരിക്കും 30, 60, 90 ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കൊസീക്കിലോ സീക്കിലോ കോട്ടിലോ വന്നാൽ നമുക്ക് ഈ ഒരു കൺവേർഷൻ ഉപയോഗിച്ച് നമുക്ക് മാറ്റാം. സൈനിലോ കോസിലോ ടാനിലേക്കോ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിനുവേണ്ടി ഈ ഒരു റെസിപ്രോക്കൽ റിലേഷൻ കൂടെ അറിഞ്ഞിരുന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2. ആദ്യത്തെ ചോദ്യം നോക്കിയേ. സൈൻ ഇൻവേഴ്സ് -1/2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് വേണ്ടത്. സൈൻ ഇൻവേഴ്സ് -1/2. നമുക്കറിയാൻ വേണ്ട, സൈനകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് നേരെ പുറത്തിറങ്ങും. നെഗറ്റീവ് നേരെ പുറത്താക്കിക്കോ, മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2. ഇനി നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി.
സൈനിന് ഏത് ആംഗിളാണ് ഉത്തരം 1/2 വരുന്നത്, ആ ആംഗിൾ ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലേ. ട്രിഗണോമെട്രിയുടെ ആൻസർ റേഷ്യോസ് അഥവാ സംഖ്യകളും ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ആൻസർ ആംഗിളുമാണ്, നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ സൈനിന് ഏത് ആംഗിളാണ് ഉത്തരം 1/2 വരുന്നത്, സൈൻ 30 ഡിഗ്രി ആണ് അല്ലെ. സൈൻ 30 ആണ് 1/2. 30 ഡിഗ്രി എന്ന് ഒരിക്കലും എഴുതരുത്, റേഡിയൻസിൽ വേണം ആൻസർ എഴുതാൻ. 30 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എന്താണ്, π/6 -π/6 ആണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം നോക്കിയോ, കൊസീക്ക് ഇൻവേഴ്സ് 2. കൊസീക്ക് വന്നാൽ നമുക്ക് വേണമെങ്കിൽ നേരെ എങ്ങോട്ട് മാറ്റാം, കൊസീക്കിനെ നേരെ സൈനിലോട്ട് മാറ്റാം അല്ലെ. സൈൻ ഇൻവേഴ്സ് എന്ത് വരും, റെസിപ്രോക്കൽ എടുത്താൽ മതി, 1/2 എന്ന് വരും, ശരിയല്ലേ. സൈൻ ഇൻവേഴ്സ് 1/2 സൈനിലോട്ട് മാറ്റിയപ്പോൾ ഇച്ചിരി എളുപ്പമില്ലയോ. സൈൻ ഏത് ആംഗിളാണ് 1/2 വരുന്നത്, തൊട്ടുമേളി പറഞ്ഞ എന്താണ്, π/6 അഥവാ 30 ഡിഗ്രി ആണ്. π/6 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, കോസ് ഇൻവേഴ്സ് -1/√2. കോസ് ഇൻവേഴ്സ് -1/√2. അതായത് കോസിനകത്ത് നെഗറ്റീവ് വന്നാൽ അത് π മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആവും, ശരിയാണേ. അപ്പോൾ ഇതെങ്ങനെ വരും, π മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2 ആവും, ശരിയല്ലേ. π മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2. സോ ദിസ് ഈസ് ഈക്വൽ ടു π മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ കോസിന് ഏത് ആംഗിളാണ് ഉത്തരം 1/√2 കിട്ടുന്നത്. നമുക്കറിയാം കോസ് 45, കോസ് 45 ഡിഗ്രിയാണ് 1/√2. സൈൻ 45ഉം 1/√2 തന്നെയാണ്. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയ റേഡിയൻ മെഷർ എത്രയാണ്, π/4 അല്ലെ. സോ π മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, π/4. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത 4π മൈനസ് π/4, 4πയിൽ നിന്ന് π കുറച്ച് 3π ഡിവൈഡഡ് ബൈ 4 വരും ആൻസർ, ശരിയല്ലേ. 3π ഡിവൈഡഡ് ബൈ 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേ, ടാൻ ഇൻവേഴ്സ് -1. നോക്കിയേ, ടാനകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് നേരെ പുറത്തിറങ്ങും, മൈനസ് ടാൻ ഇൻവേഴ്സ് 1 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് ടാനിന് ഏത് ആംഗിളാണ് ഉത്തരം 1 വരുന്നത്, ടാൻ 45 ഡിഗ്രിയാണ് 1 അല്ലേ. അപ്പോൾ π/4 മൈനസ് π/4 വരും ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4 ചോദ്യങ്ങൾ 4 ഉത്തരങ്ങൾ, സെറ്റ് അല്ലേ. അപ്പോൾ ഇനി പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും തെറ്റിക്കരുത്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ചോദ്യം 100% നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യത്തിന്റെ സാധ്യത കൂടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അടുത്ത 2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അതിൽ ഈ രണ്ടാമത്തെ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ. ഈ 2 ചോദ്യങ്ങളും പിന്നെ ഈ എക്സ്ട്രാ 2 ചോദ്യങ്ങളൂടെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. ഇപ്പം നമ്മൾ കണ്ടു, ഇത് ഓരോരുത്തരും സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു കുറച്ച് മുമ്പേ. സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചവരെ ഒന്ന് കൂട്ടിയും കൂടെ വെക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. അത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ നോക്കാം. ശ്രദ്ധിച്ചേ, ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ടാനിന് ഏത് ആംഗിളാണ് ഉത്തരം 1 വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടാനിന് ഏത് ആംഗിളാണ് 1 വരുന്നത്, π/4 അല്ലേ. ടാൻ 45 ആണ് 1. കോസ് ഇൻവേഴ്സ് -x എന്താണെന്ന് പഠിച്ചു നേരത്തെ, π മൈനസ് കോസ് ഇൻവേഴ്സ് x ആണ്. അപ്പോൾ π മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് വരും. ഇനി മൈനസ് ഒഴിവാക്കി 1/2 മാത്രം എഴുതിയാൽ മതി. സൈൻ ഇൻവേഴ്സ് -x, മൈനസ് നേരെ പുറത്തിറങ്ങും, സൈൻ ഇൻവേഴ്സ് x ആയിട്ട് മാറും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു π/4 പ്ലസ് π മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. കോസിന് ഏതാങ്കിളാ ഉത്തരം 1/2 വരുന്നത്, കോസ് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ എത്രയാണ്, 60 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ π/3, ശരിയാണല്ലോ. സൈൻ ഇൻവേഴ്സ് 1/2, സൈൻ ഏതാങ്കിളാണ് ഉത്തരം 1/2 വരുന്നത്, 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ π/6. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ. ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ ആൻസറായി. നമുക്ക് ആദ്യമേ ഈ ആദ്യത്തെ 2 ടേം ഒന്ന് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. π പ്ലസ് 4π ഡിവൈഡഡ് ബൈ 4.
ഇവിടെ നമുക്ക് ഇവിടെ താഴെ 6 ഉണ്ട്, ഇവിടെയും കൂടെ 6 കൊണ്ടുവരാനായിട്ട് ഞാൻ മുകളിലും താഴെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 2π/6 എന്ന് വരും, -π/6. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 പൈയും കൂടെ കൂട്ടി 5π/4 -2πയും -πയും കൂടെ ചേർന്ന് -3π ഡിവൈഡഡ് ബൈ കോമൺ ഡിനോമിനേറ്റർ 6. 3ഉം 6ഉം കൂടെ കട്ട് ചെയ്യാം 2. ഇപ്പുറത്ത് 4ആണ്, അതേ 4 ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞാൻ മുകളിലും താഴെ ഒരു 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് വരും? 5π/4 -2 × π 2π ഡിവൈഡഡ് ബൈ 2 × 2 4. ഇപ്പോൾ സെയിം ഡിനോമിനേറ്ററായി 5πയിൽ നിന്നും 2π കുറച്ച്, 5πയിൽ നിന്ന് 2π കുറച്ച് 3π ഡിവൈഡഡ് ബൈ 4 ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3π/4 സെറ്റാണേ. അടുത്ത ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു വൈ, ദെൻ ഇതിലേതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വിലകൾ, ഉത്തരങ്ങൾ അഥവാ റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് ആണ്. നമുക്കറിയാം എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച്, മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 മുതൽ π/2 വരെ, ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച്. സൈൻ ഇൻവേഴ്സ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 ടു π/2. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വിലയാണ് y എന്ന് പറയുന്നത്. സോ y ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 ടു π/2. ഇത് നമ്മൾ ഇനിക്വാളിറ്റിയുടെ ഭാഷയിൽ എഴുതിയാൽ എങ്ങനെ വരും? -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ശരിയല്ലേ? -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ഇവിടെ തെറ്റിക്കാൻ ഒരു സാധനമുണ്ട്, ലെസ് ദാൻ മാത്രം കൊടുത്തിട്ടുണ്ട്, അത് കണ്ട് അതിലോട്ട് ചാടിപ്പോകല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ള നല്ല വൃത്തിക്കുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ഓക്കെ ആണല്ലോ. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാൽ സംഭവം സെറ്റാണ്. അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേക്കാം. സോ അപ്പോൾ നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻസും കൂടെ നല്ല രീതിയിൽ പഠിക്കണം. ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒരു ലോജിക്ക് അങ്ങ് പഠിക്കണം. അപ്പോൾ ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് 100% ആൻസർ ചെയ്യാൻ പറ്റണം. സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഒരു പ്രിൻസിപ്പൽ വാല്യൂവും പിന്നെ ഇതേപോലുള്ളൊരു ചോദ്യവുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും. ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ, സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എനിക്ക് എക്സ് എന്ന് എഴുതാം. എപ്പോൾ മാത്രം? ഈ എക്സ് എന്ന് പറയുന്നത് എവിടെ ഈ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിനുള്ളിലാണെങ്കിൽ മാത്രം. അതായത് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 ടു π/2. സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു. ഇത് ശരിയാകുവാണെങ്കിൽ മാത്രം എനിക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാൻ സാധിക്കും. അതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എക്സ് എന്ന് എഴുതാൻ സാധിക്കും. ശ്രദ്ധിച്ചിരിക്കണേ. അത് ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ചിനുള്ളിലാണ് എങ്കിൽ മാത്രം. നമുക്ക് നോക്കാം. ഇവിടെ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ 2π/3 തന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ ആണോ എന്ന് നമുക്ക് ആദ്യം നോക്കണം. അപ്പൊ ആദ്യമേ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യമേ ഈ 2π/3 തന്നെ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അപ്പൊ ഈ 2π/3 നിൽക്കുന്നത് ഈ ഇതിന്റെ ഇടയ്ക്കാണോ എന്നുള്ളത് നമുക്ക് അറിയണം. ഇപ്പൊ 2 × പൈയുടെ പ്ലേസിലോട്ട് 180/3. ഓക്കെ ആണേ. അല്ലെങ്കിൽ ഈ π/3യുടെ സ്ഥാനത്തോട്ട് 60 കൊടുത്താലും മതി. നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാല്യൂ ആണ് π/3. അപ്പോൾ ആൻസർ വരുന്നത് 60 വരും. കട്ട് ചെയ്യുമ്പോൾ 120 വരും. 120 എന്ന് പറയുന്നത് 90-നേക്കാൾ വലുതാണ്, π/2-നേക്കാൾ വലുതാണ്. അപ്പം നമ്മുടെ ഈ ഒരു റേഞ്ചിന് പുറത്ത് നിൽക്കുന്ന വാല്യൂ ആണ് ഈ 2π/3. അപ്പോൾ = 2π/3 നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ ഒന്ന് ചെറുതാക്കണം, ഒന്ന് ഡെഡ്യൂസ് ചെയ്യണം, ഈ റേഞ്ചിനുള്ളിലേക്ക് കൊണ്ടുവരണം നമ്മൾ. അപ്പം അതിനുവേണ്ടി റിഡക്ഷൻ ചെയ്യുക. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3നെ നമുക്ക് എങ്ങനെ എഴുതാം? താഴത്തെ അതേ സംഖ്യ മുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ താഴത്തെ സംഖ്യ 3 ആണ്. അപ്പം 3 മുകളിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് 2πയെ 3π - π എന്ന് എഴുതാം /3. ഓക്കെ ആണല്ലോ. 3πയിൽ നിന്നും π കുറച്ച് 2π കിട്ടും. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? സൈൻ ഇൻവേഴ്സ് സൈൻ 3π - π/3 സ്പ്ലിറ്റ് ചെയ്യുമ്പം, അതായത് 3π/3
മൈനസ് പൈ ബൈ 3 എന്ന് വരും. 3 3 വെട്ടിയാൽ പൈ മൈനസ് പൈ ബൈ 3 എന്ന് വരും. ശരിയാണല്ലോ? ഇത് സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി പിടികിട്ടില്ലേ? എ മൈനസ് ബി ബൈ സി ആണെങ്കിൽ എ ബൈ സി മൈനസ് ബി ബൈ സി എന്ന് എഴുതാം. അതനുസരിച്ച് അപ്പം 3 പൈ ബൈ പൈ എന്നുള്ളത് 3 പൈ ബൈ 3 എന്നുള്ളത് പൈ ആവും. മൈനസ് എന്താണ്? പൈ ബൈ 3. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റയാണ്. ഓക്കെ, ഇതിങ്ങനെ കാണാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈൻ ഓഫ് എ മൈനസ് ബി വെച്ചോണ്ട് എന്ത് ചെയ്താൽ മതി? ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. സൈൻ ഓഫ് എ മൈനസ് ബി എന്തുവാ? സൈൻ എ കോസ് ബി, അതായത് സൈൻ പൈ കോസ് തീറ്റ മൈനസ് കോസ് എ സൈൻ ബി കോസ് പൈ സൈൻ തീറ്റ. സൈൻ പൈ 0 ആണ്. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇത് 0 ആവും. മൈനസ് ഓഫ് -1 ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും. 2 മൈനസുകൾ പ്ലസ് ആവും. ബാക്കി സൈൻ തീറ്റ. ഓക്കെ, ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണമെന്നില്ല. ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട റിസൾട്ടാണ്. ട്രിഗണോമെട്രി പഠിക്കുന്ന ഏത് കുട്ടി അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടാണ് സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്താണെന്നുള്ള കാര്യം, സൈൻ തീറ്റ ആണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ വേണ്ട സൈൻ ഓഫ് പൈ മൈനസ് പൈ ബൈ 3. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താണ്? സൈൻ തീറ്റയാണ്. അപ്പോൾ അതനുസരിച്ച് ഉത്തരം സൈൻ പൈ ബൈ 3 ആയിട്ട് മാറും അല്ലേ? സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 3 ആയിട്ട് മാറും. ഇനി നോക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് എന്ന് എഴുതാം. ആ എക്സ് ഈ റേഞ്ചിനുള്ളിലാണെങ്കിൽ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 60 60 മൈനസ് 90 പ്ലസ് 90 ഇടയിലാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ആൻസർ എന്തെന്ന് കൊടുക്കാം? പൈ ബൈ 3 എന്ന് കൊടുക്കാം. സോ പൈ ബൈ 3 ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കി, സമാനമായ ചോദ്യമാണ്. 3 ഇൻറ്റു പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 45. 3 ഇൻറ്റു 45 എന്ന് പറഞ്ഞാൽ റേഞ്ചിന് പുറത്ത് നിൽക്കുന്ന വാല്യൂ. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ റിഡ്യൂസ് ചെയ്തെടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് ടാൻ 3 പൈ ബൈ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 പൈ മൈനസ് പൈ എന്ന് എഴുതാം. 3 പൈ അല്ലെ? 4 പൈയിൽ നിന്ന് പൈ കുറച്ച് 3 പൈ കിട്ടും. താഴത്തെ 4 വെട്ടാൻ വേണ്ടിയാണ്. ബൈ 4 എന്നെഴുതാം. മേളത്തെ അതേ ഐഡിയ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ലോജിക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ടാൻ ഇൻവേഴ്സ് ടാൻ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേ 4 പൈ ബൈ പൈ എന്ന് പറയുമ്പോൾ പൈ വരും. മൈനസ് പൈ ബൈ 4. ടാൻ ഇൻവേഴ്സ് പൈ മൈനസ് പൈ ബൈ 4 എന്ന് പറയുന്നത് മൈനസ് ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ പഠിച്ചിരിക്കേണ്ട ഇക്വേഷനാണ്. മൈനസ് ടാൻ തീറ്റയാണ്. ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്താണ്? മൈനസ് ടാൻ തീറ്റ. ടാൻ ഓഫ് എ മൈനസ് ബി ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി വെച്ചോണ്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ടാൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 മൈനസ് ടാൻ തീറ്റ, അതായത് മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് 0 ഇൻറ്റു ടാൻ തീറ്റ എന്നുള്ളത് 0 ആവും. അപ്പോൾ മൈനസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ തീറ്റ കിട്ടും. അത് അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓർത്ത് വെക്കേണ്ടതേ ഉള്ളൂ. ഓർത്ത് വെക്കേണ്ട സാധനമാണ് ഇതൊക്കെ. കാരണം പരീക്ഷയുടെ സമയത്ത് ഇതൊന്നും തപ്പി നോക്കേണ്ട ഒരു അവസ്ഥ വരരുത്. എനിവേ, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫൈനൽ ഉത്തരം എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാൽക്കുലേറ്ററിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാം. അതായത് ഈ ചോദിച്ചിരിക്കുന്ന സാധനം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അവസ്ഥയിൽ കാൽക്കുലേറ്ററിൻ്റെ സഹായം തേടി ഉത്തരം കണ്ടുപിടിക്കുന്നവരുണ്ട്. ഈ ടാൻ 3 പൈ ബൈ 4 നേരെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിലോട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ വില കണ്ടുപിടിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ഈ ടാൻ ഇൻവേഴ്സും ടാനും നമുക്ക് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന ആളെന്താണ്? പൈ മൈനസ് ശ്രദ്ധിക്കണം, ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ തീറ്റയാണ്. അത് അപ്ലൈ ചെയ്യുന്നു. മൈനസ് ടാൻ തീറ്റയുടെ പ്ലേസിലോട്ട് പൈ ബൈ 4. ഇനി നോക്കിക്കേ, ടാൻ ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് നേരെ പുറത്തിറങ്ങും. നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ് അല്ലേ? സൈനിനകത്ത് നെഗറ്റീവ് വന്നാലും ടാനിനകത്ത് നെഗറ്റീവ് വന്നാലും കൊസീക്കിനകത്ത് നെഗറ്റീവ് വന്നാലും നെഗറ്റീവ് നേരെ പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ എന്തുവരും? മൈനസ് ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 4 എന്ന് വരും. ഇനി പൈ ബൈ 4 45 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചിനുള്ളിലാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സും ടാനും കൂടെ ക്യാൻസൽ ആവും. ഒരു മൈനസ് പുറത്ത് നിൽപ്പുണ്ട്. ദാറ്റ് പൈ ബൈ 4 വിൽ ബിക്കം ദ ആൻസർ. മൈനസ് പൈ ബൈ 4 ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നമുക്ക് ഈ ടൈപ്പ് ചോദ്യം 100% ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? ഇപ്പം പ്രിൻസിപ്പൽ വാല്യൂ, ഈ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും
പഠിച്ചുകൊണ്ട് പോവുക. തീർച്ചയായിട്ടും ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്ന് ഒരു മാർക്ക് പോലും പോകാതെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതേപോലെ ചാപ്റ്റർ വൈസ് മസ്റ്റായിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.